ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. മൻ കി ബാത്തിന്റെ 108-ാം അധ്യായത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കും. അയോധ്യയിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. കേരളത്തിൽ ആഘോഷങ്ങൾക്ക് കനത്ത സുരക്ഷ. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് പരാജയം. വാർത്തകൾ വിശദമായി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളും പരിപാടി തത്സമയം ലഭ്യമാക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം, DD ന്യൂസ് എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിന്റെ ഈ വർഷത്തെ അവസാന അധ്യായമാണ് ഇന്നത്തേത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വികസനവും സംസ്കാരവുമാണ് 21-ാം നൂറ്റാണ്ടിലെ രാജ്യ പുരോഗതിയെ നിർണ്ണയിക്കുകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിന്റെ ഭാവി വികസനം അയോധ്യയിലൂടെയാകുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം, പുതുക്കി പണിത അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം, 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെയും 2 അമൃത് ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫ് എന്നിവ പ്രധാനമന്ത്രി നിർവഹിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാ വീടുകളിലും രാമജ്യോതി തെളിയിക്കണമെന്ന് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. പാലുൽപാദനത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാമതെത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആകെയുള്ള ഉൽപാദനത്തിന്റെ 24% ഇന്ത്യയുടെ സംഭാവനയാണ്. രാജ്യത്ത് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ പാലുൽപാദനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിൽ നാഷണൽ കോർപ്പറേഷൻ ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കെട്ടിടത്തിന് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജസ്ഥാനിൽ 22 പേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ വികസിപ്പിച്ചു. 12 പേർ ക്യാബിനറ്റ് മന്ത്രിമാരായും 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായും 5 പേർ സഹമന്ത്രിമാരായുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്ഭവനിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മധ്യപ്രദേശ് മന്ത്രിസഭയിൽ വകുപ്പുകളുടെ വിഭജനം പൂർത്തിയായി. ആഭ്യന്തരം, പൊതുഭരണം, പൊതുജന സമ്പർക്കം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി മോഹൻ യാദവിനും ധനമന്ത്രാലയത്തിന്റെ ചുമതല ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദിയോറയ്ക്കുമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു ഉപമുഖ്യമന്ത്രി രാജേന്ദ്ര ശുക്ല പൊതുജനാരോഗ്യ, കുടുംബക്ഷേമ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ 2024 കലണ്ടർ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പുറത്തിറക്കി. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, സമ്പദ്വ്യവസ്ഥ, കായികം, വിദ്യാഭ്യാസം, സാങ്കേതിക വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ നരേന്ദ്രമോദി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളാണ് കലണ്ടറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അസമിലെ തേസ്പൂർ സർവകലാശാലയിൽ ഇന്ന് നടക്കുന്ന 21ാമത് ബിരുദദാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. 1300-ലധികം വിദ്യാർത്ഥികൾക്ക് കേന്ദ്രമന്ത്രി ബിരുദങ്ങൾ കൈമാറും. മികവ് തെളിയിച്ച 46 വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം കൈമാറും. ദേശീയപാത 85-ലെ മൂന്നാർ ബോഡിമേട്ട് റോഡിന്റെയും ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 5-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും. മൂന്നാർ ടാറ്റ മൈതാനത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 91-ാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുക. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. തീർത്ഥാടക ഘോഷയാത്ര ഇന്ന് രാവിലെ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ട് നാളെ മുതൽ. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ MB രാജേഷ്, P രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് K-സ്മാർട്ട് ആദ്യഘട്ടത്തിൽ വിന്യസിക്കുന്നത്. ഏപ്രിൽ 1-ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും.
കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് കൊച്ചി വിമാനത്താവളത്തിൽ തുടക്കം കുറിച്ചു. ഇന്നലെ നടന്ന ചടങ്ങിൽ ഹെലി ടൂറിസത്തിന്റെ ആദ്യ 4 യാത്രക്കാർക്ക് മന്ത്രി ടിക്കറ്റ് കൈമാറി. ഹെലി ടൂറിസം സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങുന്ന മൈക്രോ സൈറ്റും മന്ത്രി പുറത്തിറക്കി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പഞ്ചായത്ത്, ആലപ്പുഴയിലെ ചിങ്ങോലി, കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി, ഇടുക്കിയിലെ ദേവികുളം, എറണാകുളം മുളന്തുരുത്തി, തേവര പഞ്ചായത്തുകളിൽ ഇന്നലെ പര്യടനം നടന്നു. പാലക്കാട് കാരാക്കുറിശി ഗ്രാമപഞ്ചായത്തിലും കണ്ണൂരിൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി, കണിച്ചാർ, പേരാവൂർ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. കൊല്ലം ജില്ലയിലെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിലും പന്മന ഗ്രാമപഞ്ചായത്തിലും യാത്ര ഇന്നലെ ആരംഭിച്ചു. കേരള മന്ത്രിസഭയുടെ ജനസമ്പർക്ക പരിപാടിയായ നവകേരള സദസ്സ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെയും മറ്റന്നാളും നടക്കും. ഈ കേന്ദ്രങ്ങളിൽ ഈ മാസം 9 നടക്കേണ്ടിയിരുന്ന നവകേരള സദസ്സ് CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് മാറ്റിവച്ചത്. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. ലോകമെമ്പാടും വിവിധ ആഘോഷ പരിപാടികളാണ് പുതുവത്സരത്തോടനുബന്ധിച്ച് നടക്കുക. 2024 സ്വാഗതം ചെയ്യാൻ രാജ്യത്തും വിപുലമായ ആഘോഷങ്ങൾ നടക്കും. കേരളത്തിൽ ഫോർട്ട് കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിൽ കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും പുതുവത്സരത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ അർദ്ധരാത്രിയോടെ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേൽക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയില്ലെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ രാത്രി 12:30 വരെയാണ് ആഘോഷങ്ങൾ അനുവദിക്കുക. DJ പാർട്ടികൾക്ക് മുൻകൂർ അനുമതി വേണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ പുലർച്ചെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മാർച്ച് 10 മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂവെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. അതിനിടെ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 യാത്രാ ഫ്യൂൽസ് ഔട്ട്ലെറ്റുകൾ ഇന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് KSRTC അറിയിച്ചു. ഇന്നലെ നടന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസീസിന് 3 റൺ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ നേടാനേ കഴിഞ്ഞുള്ളൂ. ജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. ആദ്യ മത്സരത്തിലും ഓസ്ട്രേലിയയ്ക്കായിരുന്നു വിജയം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാളെ വരെ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളത്. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും അടുത്ത മാസം 4 വരെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്നലെ തുറന്നു. ജനുവരി 15-നാണ് മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46-ന് മകരസംക്രമ പൂജ നടക്കും. ജനുവരി 20 വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 10 കോടി കടന്നു. സേവനം ആരംഭിച്ച 6.5 വർഷത്തിനുള്ളിലാണ് കൊച്ചി മെട്രോ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 4 കോടി ആളുകളാണ് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത്. 2023-ൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായത്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണം ദിവസം 1 ലക്ഷം പിന്നിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസമിൽ 200 ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാളെ നിർവഹിക്കും. സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയവയാണ് ബസ്സുകൾ. ഇവ സംസ്ഥാന ഗതാഗത വകുപ്പിന് കൈമാറും. 2024-ലെ പാകിസ്ഥാൻ ദേശീയ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നാമനിർദ്ദേശ പത്രിക പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് തലവനായ അദ്ദേഹം മിയാൻവാലിയിലും ലാഹോറിലും നിന്ന് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെതിരെ വിദേശ ഗൂഢാലോചനകൾ നടക്കുന്നതായി ആരോപിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഇത്തരം ഗൂഢാലോചനകൾക്ക് തക്ക മറുപടി നൽകണമെന്ന് അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഗോപാൽഗഞ്ചിൽ ഇന്നലെ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഷെയ്ഖ് ഹസീന. ദക്ഷിണാഫ്രിക്കയിലെ ലേഡി സ്മിത്ത് പട്ടണത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. കനത്ത മഴയിൽ ബെൽസ്പ്രൂട്ട് നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നഗരത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 1400ഓളം വീടുകൾ നശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മൻ കി ബാത്തിന്റെ 108-ാം അധ്യായത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കും. അയോധ്യയിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. കേരളത്തിൽ ആഘോഷങ്ങൾക്ക് കനത്ത സുരക്ഷ. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് പരാജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.